കൽപ്പറ്റ നാരായണ മാഷാണ് എനിക്കൊപ്പം ഉള്ളത്. പക്ഷേ ഈ നിരവധി തലമുറകളെ വായിക്കാൻ പഠിപ്പിച്ച ഒരു അപൂർവ സാധാരണ അത്ഭുത പ്രതിഭയാണ് MT എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ശരിക്കും മലയാളത്തിൽ എങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റുന്നു? മലയാളിയുടെ വൈയക്തിക ജീവിതത്തിൻ്റെ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഒരു മലയാളി യുവാവിൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു എഴുത്തുകാരൻ. അവരുടെ സ്വപ്നങ്ങൾ അയാളോളം പങ്കിട്ട ഒരു എഴുത്തുകാരൻ കുറവാണ്. മാത്രമല്ല, വ്യക്തി ജീവിതത്തിലെ സ്മരണകൾ കൂട്ടിയാണ് നമ്മൾ MTയെ വായിക്കുക. ഞാനിപ്പോൾ MTയുടെ ഏത് കഥ വായിക്കുകയാണെങ്കിലും ഒപ്പം സമാന്തരമായി എൻ്റെ ജീവിത അനുഭവങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു വായനയാണ് MTയുടെ ഒരു വലിയ സവിശേഷത. അങ്ങനെ ഈ വൈയക്തികമായിട്ട് നമ്മുടെ ഇരുട്ടിൻ്റെ ആത്മാവാകട്ടെ, ഇരുട്ടിൻ്റെ ആത്മാവ് വായിച്ച ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മക്കത്തായ വ്യവസ്ഥിതി വരുന്നതിന് മുമ്പുള്ള അനാഥത്വമാണ് ഈ വേലായുധൻ അനുഭവിച്ചത്. ഇങ്ങനെ സൂക്ഷ്മമായി നമ്മൾ നമ്മുടെ അബോധം കൊണ്ടുപോലും വായിക്കാവുന്ന വിധത്തിൽ സത്യസന്ധമായ രചനയാണ് എന്നതാണ് പ്രത്യേകത. എൻ്റെ ഒരു പ്രിയപ്പെട്ട കഥ അല്ലെങ്കിൽ നോവൽ അല്ലെങ്കിൽ തിരക്കഥ ഏത് രീതിയിലാണ് മാഷ ഏറ്റവും പ്രിയപ്പെട്ടതാവും? MT വാസുദേവൻ നായർ ഈ വാസ്തവത്തിൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഖ്യധാരാ സിനിമയ്ക്ക് ജീവിതം കൊടുത്ത ആളാണ് MT വാസുദേവൻ നായർ. MTയും പത്മരാജനും ലോഹിതദാസും ഒക്കെയാണ് മുഖ്യധാരാ സിനിമയെ ഒരു കെട്ടുകഥ അല്ലാണ്ടാക്കി ജീവിത കഥയാക്കി മാറ്റിയിട്ടുള്ള ആൾ. അതിൽ MTയാണ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ ഒരുപാട് സിനിമകൾ, എന്തൊരു വ്യത്യസ്തങ്ങളായ സിനിമകളാണ് എന്നോർക്കണം. ഇപ്പോൾ വളർത്തുമൃഗങ്ങളെ മുൻനിർത്തിയ സിനിമ, താഴ്വര പോലെയുള്ള ഒരു സിനിമ, ഇങ്ങനെ അത്യധികം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമ എന്ന് നിസ്സംശയം പറയാവുന്ന നിർമാല്യം സംവിധാനം ചെയ്തത്. അപ്പോൾ നിർമാല്യത്തിനെ കുറിച്ച് ഞാനിങ്ങനെ ഓർക്കാറ്, ഈ വെളിച്ചപ്പാട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി മരിക്കുന്നത് വരെയുള്ള രംഗം മാത്രമായിട്ടൊരു ഫിലിം ചെയ്താൽ അത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഷോർട്ട് ഫിലിമുകളിലൊന്നാണ്. ഇപ്പോൾ അല്ലാത്ത ചില വിട്ടുവീഴ്ചകളൊക്കെ കണ്ട് അതൊരു സാധാരണ ഫിലിമാണ്. അപ്പോൾ ഇങ്ങനെ പ്രമേയം കൊണ്ട് അത്യത്ഭുതങ്ങൾ മലയാള സിനിമയിൽ കാണിച്ചിട്ടുള്ളവരാണ്. എത്ര നമ്മുടെ നായകന്മാർക്കാണ് അയാൾ വലിയ കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആയിത്തീരുന്നത് ഒരർത്ഥത്തിൽ MTയുടെ ഒരു വൈഭവം കൊണ്ടുകൂടിയാണ്. രണ്ടാമൂഴമാണല്ലോ എപ്പോഴും ആളുകൾ എടുത്തു പറയുന്നൊരു നോവൽ എന്ന് പറയുന്നത്. മഹാഭാരതം പോലെ ഒരു വലിയ ഇതിഹാസം വായിച്ച് ഭീമനെ കണ്ടെത്തുന്നത് ഒരു മനുഷ്യരൂപത്തിലാണ്. ഭീമൻ എപ്പോഴും രണ്ടാമൂഴത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു കഥാപാത്രമാണ്. അവിടെ ഭീമൻ പലപ്പോഴും ഈ കുന്തിദേവി തുറന്നു പറയുന്നുണ്ട്, ഒരു കാട്ടാളനെ പ്രാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ എപ്പോഴും ഭീമൻ രണ്ടാമൂഴത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അർജുനന് അമ്പും വില്ലും എടുക്കണം എന്നുള്ളതുകൊണ്ട് ഭീമന് ഗത കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം രണ്ടാമൂഴത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെ അവിടെ കണ്ടെത്തുന്നത് ശരിക്കും. MTക്ക് ഇഷ്ടം ഏകാന്തത എഴുതാനാണ്. അങ്ങനെ ഒരു കഥാപാത്രം മഹാഭാരതത്തിൽ നിന്ന് കണ്ടുകിട്ടാവുന്നത് ഭീമനാണെന്ന് തിരിച്ചറിയുന്നു. അയാൾ രണ്ടാമനാണ്, രണ്ടാമൂഴമാണ് എല്ലാ ഘട്ടങ്ങൾക്കും അയാളുള്ളത്. അപ്പോൾ ഇങ്ങനെ നിഴലിൽ കഴിയുന്ന ഒരാളിലൂടെ തൻ്റെ ഈ ഏകാന്തതയോടുള്ള പ്രണയം ആവിഷ്കരിക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് ഭീമൻ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായിട്ട് തീരുന്നത്. അപ്പോൾ അതാണോ അദ്ദേഹത്തിൻ്റെ മികച്ച നോവൽ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയുക. ഈ നോവലുകളൊക്കെ MT മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥാകൃത്താണ്. അത്ര വലിയൊരു നോവലിസ്റ്റല്ല, അതാണ് പറയേണ്ടത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വാസ്തവത്തിൽ MT മാതൃഭൂമിയുടെ വലിയ എഡിറ്ററാണെന്നൊക്കെ പറയും, നല്ല എഡിറ്ററാണെന്ന് ഒക്കെ സത്യമാണ്. പക്ഷേ സ്വന്തം ചെറുകഥയുടെ രൂപശില്പത്തിലാണ് MTയെ ഞാൻ എഡിറ്ററായിട്ട് കാണുന്നത്. മലയാളത്തിൽ ഇപ്പോൾ കാരൂരിൻ്റെ ചില കഥകൾ ഒഴിച്ചാൽ അതിൻ്റെയും വളർച്ച നമ്മൾ കാണുന്നത് MT വാസുദേവൻ നായരുടെ ചെറുകഥകളിലാണ്.
ചെറുകഥാകൃത്ത് എന്ന നിലയിലാണ് ഭാവിയിൽ എം ടി വാസുദേവൻ നായർ നിലനിൽക്കുക, നോവലിസ്റ്റ് എന്ന നിലയിലായിരിക്കില്ല എന്ന് കരുതി ഇതൊന്നും മോശം നോവലാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാലും ചെറുകഥയുടെ ഒരു വലുപ്പം അദ്ദേഹത്തിൻ്റെ നോവലുകൾക്കില്ല. ഈ ചെറിയ ക്യാൻവാസിൽ അത്യത്ഭുതകരമായിട്ടെല്ലാം കൂട്ടിയിണക്കും. ഇപ്പോൾ കുട്ടിയെടുത്തിയെ പോലെ വളരെ മുമ്പ് എഴുതിയിട്ടുള്ള ഒരു ചെറുകഥ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്തുമാത്രം അതിൽ നിന്ന് വ്യത്യസ്തയായ ഒരുവളെ അനാഥയും ജീവിക്കാൻ അനർഹയും ആക്കി തീർക്കുന്നു എന്നത് പല ഉദാഹരണങ്ങളിലൂടെ കൊണ്ടുവരുന്ന അസാധ്യമായിട്ടുള്ള ഒരു കഥയാണ്. ഇരുട്ടിൻ്റെ ആത്മാവ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മരുമക്കത്തായത്തിൽ എങ്ങനെ ഒരു യുവാവ് ചെറിയ പ്രശ്നങ്ങളൊക്കെയുള്ള ഒരാൾ വലിയ ഭ്രാന്തനായിത്തീരുന്നു എന്നതിൻ്റെ കഥയാണ്. ഇങ്ങനെയുള്ള ഓരോ കഥയ്ക്കും വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടും അതിലൂടെ കൊണ്ടുവരാവുന്ന എല്ലാ പ്രമേയങ്ങളും കൊണ്ടുവരാനും സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥകളാണ്. ഭാഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപശ്ചാത്തലമാണല്ലോ മറ്റൊരു വിമർശനത്തിന് വിധേയമായിട്ടുള്ളത്. എപ്പോഴും ഒരു നായർ തറവാടിത്തത്തിൻ്റെയും വള്ളുവനാടൻ ഭാഷയും ഒക്കെ ഉപയോഗിച്ച് എഴുതി എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ജീവിത പരിസരത്തിൽ എഴുതുമ്പോഴും കഥാപാത്ര വൈവിധ്യമൊക്കെ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. കഥാപാത്ര വൈവിധ്യം സൂക്ഷിച്ചിട്ടുണ്ടെന്നല്ല, അദ്ദേഹം സത്യസന്ധമായിട്ടാണ് എഴുതിയത്. ഇതൊരു അഭിനയിക്കലൊന്നുമല്ല കഥ എഴുതൽ എന്ന് പറഞ്ഞാൽ. മറ്റൊരു സമൂഹത്തിൻ്റെ കഥ എഴുതാൻ അയാൾ പ്രാപ്തനല്ല. അയാൾ സത്യസന്ധമായിട്ട് സ്വന്തം ജീവിതത്തെ പ്രമേയമാക്കി പശ്ചാത്തലമാക്കി എഴുതിയ ഒരാളാണ്. അദ്ദേഹം സ്വന്തം കഥയല്ല എഴുതേണ്ടത്. മറ്റൊരാൾക്ക് മറ്റൊരാളുടെ സമൂഹത്തിൻ്റെ കഥ എഴുതാം. അത് എം ടി വാസുദേവൻ നായർ എഴുതണമെന്ന് പറഞ്ഞാൽ അതിലെന്താ അടിസ്ഥാനമുള്ളത്? എം ടി തനിക്കറിയാവുന്ന ലോകത്തെ സൂക്ഷ്മമായി ആഖ്യാനം ചെയ്തു, സത്യസന്ധമായി ആഖ്യാനം ചെയ്തു. അഭിനയത്തെ അങ്ങേയറ്റം വെറുത്തു. അങ്ങനെയുള്ള ഒരാൾ മറ്റൊരു തരം സമൂഹത്തിന് ബോധ്യമാകുന്ന തരം കഥകൾ എഴുതണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നടക്കൂ? അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് ഖനനം ചെയ്ത് മാത്രമേ ഒരാൾക്ക് അതിശയകരമായ ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ കഴിയൂ. അത് അദ്ദേഹം നായരായിപ്പോയി എന്നത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ലല്ലോ. നായരും മനുഷ്യരാണല്ലോ. ആ മനുഷ്യകഥയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നായരിലൂടെ മനുഷ്യകഥ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാം. മാത്രമല്ല ആ കാലത്ത് നായർ തറവാടുകളൊക്കെ ക്ഷയിച്ച് ഇപ്പോൾ 60കളിലൊക്കെ ഈ ഭൂപരിഷ്കരണമൊക്കെ വരുമ്പോൾ ഭൂമിയൊക്കെ വിട്ടുകൊടുത്ത് അങ്ങ് കാലത്തിലൊക്കെ ആ സേതുമാധവനൊക്കെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നതാണ്. ആ കാലഘട്ടത്തിൽ പറയേണ്ട കഥ തന്നെയാണ്, ചരിത്രമാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്നുള്ളതുകൂടി. അതെ അതെ, ചരിത്രമാണ് എഴുതപ്പെട്ടതെന്ന് മാത്രമല്ല, ഒരു നായർ അഭിമാനവും അദ്ദേഹത്തിൻ്റെ ഒരു കഥകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നായരായതിലുള്ള ഒരു അഭിമാനവും ആഹ്ലാദവും ഒന്നും ഒരു സ്ഥലത്തും കാണാൻ പറ്റും. പക്ഷെ തനിക്കറിയാവുന്ന ജീവിതത്തെ മുൻനിർത്തി ഈ സാമൂഹ്യാവസ്ഥയെ അപഗ്രഥിക്കാൻ കഴിയും. അത് അന്യമായ ഒരു സമൂഹത്തെ മുൻനിർത്തി സാധിക്കുകയുമില്ല ഇതുപോലെ എന്നതുകൊണ്ട് അദ്ദേഹം എഴുതി എന്നല്ലാതെ ഒരു നായർ പ്രതിപത്തിയും അതിലില്ല. പക്ഷേ ആ കാലത്തിൻ്റെ സൂക്ഷ്മ പരിണാമങ്ങൾ ഈ തൻ്റെ ജീവിതം വെച്ച് മാനദണ്ഡമാക്കി തൻ്റെ അനുഭവ പരിസരങ്ങളെ മുൻനിർത്തി അദ്ദേഹം എഴുതി എന്നത്. പക്ഷെ വിമലാദേവി, മഞ്ഞും വിമലാദേവിയൊന്നും അത്രമേൽ അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരത്തിലുള്ളതല്ല. അതൊരു പുതിയ പരീക്ഷണമായിരുന്നു. സത്യം മലയാളികൾക്കും ആ ഒരു കഥാപാത്രം വളരെ വേറിട്ടൊരു അനുഭവം നൽകിയ കഥാപാത്രം. അത് മലയാളികൾക്ക് വേറിട്ട അനുഭവം നൽകിയെങ്കിലും എം ടിയെ സംബന്ധിച്ച് അത് വേറിട്ട അനുഭവമൊന്നുമല്ല. ഈ കാത്തിരിപ്പ്, അശാന്തമായ കാത്തിരിപ്പ് അദ്ദേഹം ഈ നോവലിലൂടെ ആവിഷ്കരിച്ചു. അത് തൻ്റെ അനുഭവം തന്നെയാണ്. ഇങ്ങനെ എവിടെയും ആസകലം നോക്കിയാൽ ഒരു വ്യർത്ഥമായ കാത്തിരിപ്പാണ് ജീവിതം എന്ന് ഏത് പുരുഷനും ഏത് സ്ത്രീക്കും മനസ്സിലാവും. അതിനെ സൂക്ഷ്മമായിട്ട് ആവിഷ്കരിക്കാൻ ഒരു സ്ത്രീയിലൂടെ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് അന്യമായിട്ടുള്ള കഥയൊന്നുമല്ല. പക്ഷേ ഈ വള്ളുവനാടൻ ജീവിത പശ്ചാത്തലത്തിലല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം കഥ എന്ന് പറയാൻ പറ്റും. വള്ളുവനാടൻ പശ്ചാത്തലം അല്ലെങ്കിലും ഈ കഥയിലെ സംഭാഷണങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ തന്നെ ഏതോ വിധത്തിൽ അദൃശ്യമായിട്ട് വള്ളുവനാടൻ പശ്ചാത്തലത്തിൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ ഇപ്പോൾ വളർത്തുമൃഗങ്ങൾ ഒരു മാതൃഭൂമിയിൽ എഴുതുമ്പോഴും അത് പുരസ്കാരിതമായ കഥയാണ്. ആദ്യത്തെ നോവൽ നാലുകെട്ട്, അത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പോൾ അർഹമായ പരിഗണനകളും ആദരവുകളും ഒക്കെ മലയാളവും ഒക്കെ നമ്മൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടതല്ലേ?
ഈ അർഹമായിട്ടുള്ള പരിഗണന എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ എം ടി വാസുദേവൻ നായരെക്കുറിച്ച് ഇന്നാൾ എന്നോട് ആരോ ചോദിച്ചു, അദ്ദേഹം ഒരു ഭാഗ്യവാനല്ലേ, ഇത്രമാത്രം അംഗീകാരങ്ങൾ പ്രശസ്തിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. വാസ്തവത്തിൽ ഇതൊന്നും കിട്ടാത്ത ഒരാൾക്കും ഇതെല്ലാം കിട്ടിയ ഒരാൾക്കും ആഹ്ലാദത്തിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ആഹ്ലാദം അനുഭവിക്കാവുന്ന വിധത്തിലൊരു തുച്ഛമായ മനുഷ്യനുമായിരുന്നില്ല അദ്ദേഹം. അതിൻ്റെ ഒരു അസ്വസ്ഥത അപ്പോഴും ഈ ആവിഷ്കരിച്ചതൊക്കെ മതിയോ എന്ന വേദന മാത്രമല്ല, ഇതിലൊന്നും പൂർണ്ണമായി തൃപ്തിപ്പെടാത്ത ഒരു മനസ്സിൻ്റെ പിൻബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അങ്ങനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ മാത്രമല്ല, ഈ കിട്ടിയിട്ടുള്ള മൊത്തം തുക, ഈ അംഗീകാരങ്ങളിലൂടെ കിട്ടിയിട്ടുള്ള മൊത്തം തുക അയാൾക്കൊരു തിരക്കഥയിലൂടെ കിട്ടും. പിന്നെ ഈ പണത്തിനോട് എന്തിഷ്ടം ഉണ്ടാകാൻ? ഇതൊരു നിസ്സാരമായ തുകയായി. കേരള സാഹിത്യ അക്കാദമി അവാർഡോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ ജ്ഞാനപീഠമോ ഒക്കെ ഒരു സിനിമയെ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ മുമ്പിൽ യാതൊന്നുമല്ല. അയാൾ സിനിമയിൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടിയിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ അവസാനത്തെ 10 സിനിമയ്ക്കൊക്കെ വലിയ തുകയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ അംഗീകാരത്തിലൊന്നും അതിൻ്റെ പ്രതിഫലം മുഖേനയുള്ള ആനന്ദമൊന്നും ഒരു കാരണവശാലില്ല. പിന്നെ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ആ പ്രശസ്തിയും സിനിമ കൊടുക്കും പോലെ മറ്റേ ലോകം കൊടുക്കില്ല. അതുകൊണ്ട് ഈ അദ്ദേഹത്തിന് ആനന്ദമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാത്ത വിധത്തിലുള്ള വലുപ്പം അദ്ദേഹത്തിന് ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിൻ്റെ വായനയുടെ വ്യാപ്തിയാണ്. തിരക്കഥയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ, തിരക്കഥകൾ പൊതുവേ സാഹിത്യകാരന്മാർ തിരക്കഥാകൃത്തുക്കളാവുമ്പോൾ ഈ തിരക്കഥകൾക്ക് ഈ അമിത സാഹിത്യത്തിൻ്റെ ഭാരം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം വളരെ ഒരു മൗനത്തെ പോലും വാചാലമാക്കിക്കൊണ്ട് എഴുതാനും ദൃശ്യഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനൊക്കെ ശ്രമിച്ച് ഒരു സിനിമയെ കുറച്ചുകൂടി സാഹിത്യവൽക്കരിക്കാൻ, തിരക്കഥയെ സാഹിത്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് അങ്ങനെയല്ല. അതിപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ അരവിന്ദൻ്റെയൊക്കെ ഒരു സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിന് ദൃശ്യപരമായിട്ടുള്ള വ്യാഖ്യാനം എത്ര ഉയർന്നു നിൽക്കുന്നു. എം ടിയുടെ ആ സാഹിത്യം തന്നെയാണ് നമ്മൾ സിനിമയിൽ കാണുക, മനസ്സിലായില്ലേ? അതിന് ഒരു പക്ഷേ നിർമാല്യത്തിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാഹിത്യം ആണ് എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ ശബ്ദരേഖ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു റേഡിയോയിൽ. ഈ ശബ്ദരേഖ കേൾക്കാനിരിക്കും ആളുകൾ ഉച്ച സമയത്തുണ്ടാകും. അങ്ങനെ ശബ്ദരേഖയിൽ ഏതാണ്ട് മുഴുവൻ സിനിമ തന്നെ നമുക്ക് എം ടിയിൽ നിന്ന് കിട്ടും. പക്ഷേ നിങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ അരവിന്ദൻ്റെയോ ഒക്കെ ഒരു സിനിമയിൽ നിന്നിട്ട് ശബ്ദരേഖ കേട്ടാൽ നിങ്ങൾക്ക് യാതൊന്നും കിട്ടില്ല. അതിൽ ദൃശ്യരേഖ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. അപ്പോൾ ആ വിധത്തിലല്ല, സമാനമായ അനുഭൂതി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഞാൻ പറഞ്ഞതാണ് പ്രശ്നം. മുഖ്യധാര സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഇടമാണ് പ്രശ്നം, സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഇടം അല്ല. മുഖ്യധാര സിനിമയിൽ അതുവരെ ഒരു കെട്ടുകഥകൾ മാത്രമായിരുന്നു മുഖ്യധാര കൈകാര്യം ചെയ്തിരുന്നത്. ഏറ്റവും പുതിയ കാലത്തും അതങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിത കഥകൾ കൊണ്ടുവന്നു എന്നതാണ് എം ടിയുടെയും പത്മരാജൻ്റെയും ഈ ലോഹിതദാസിൻ്റെയും ഒക്കെ വലിയ കാര്യം. അതിൽ മുന്നിൽ നിൽക്കുന്നു എം ടി വാസുദേവൻ. അവസാനമായി, അദ്ദേഹം പൊതുവെ കഥകളിൽ അങ്ങനെ നർമ്മം, അത് പ്രത്യക്ഷമായൊരു ഹ്യൂമർ എന്ന അർത്ഥത്തിലല്ല, ഒരു ജോക്കോ കോമഡി എന്ന അർത്ഥത്തിലൊക്കെ കൊണ്ടുവരുന്നത് കുറവാണ്. വ്യക്തിപരമായും അദ്ദേഹം ചിരിക്കുന്നതും കുറവാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിപരമായ അനുഭവം അദ്ദേഹമായിട്ട്? അദ്ദേഹം പൊതുവെ ചിരിക്കാത്ത ഒരാളാണ്. ചിരിക്കാത്തത് മാത്രമല്ല, അദ്ദേഹം സുനിയന്ത്രിതമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒന്നിലും അധികമല്ല. സത്യമല്ലേ അസത്യമാണോ താൻ പറഞ്ഞു പോകുന്നത് എന്ന സംശയത്തിൻ്റെ മുകളിൽ എപ്പോഴും നിൽക്കും. അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണങ്ങളുടെ ഒരു സത്യ സ്വഭാവം അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തുകൾക്കുണ്ട്. അതിനൊരു കാരണം, അദ്ദേഹം വലിയ വായനക്കാരനാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച വായനക്കാരിൽ ഒരാളാണ്. പുറത്തുള്ള ഏത് പുസ്തകവും ആദ്യം വായിക്കുന്ന ഒരാളാണ്. സൂക്ഷ്മമായിട്ടുള്ള ടേസ്റ്റുള്ള ഒരാളാണ്. അത്തരം ഒരാളുടെ സെൻസറിങ് അദ്ദേഹം സദാ തൻ്റെ എഴുത്തിൽ നിലനിർത്തി എന്നതാണ് പ്രധാനം. അതുകൊണ്ട് അദ്ദേഹം ഇതൊരു നിലനിൽക്കേണ്ട രചനയാണ് എന്ന ശ്രദ്ധയോടെ
നിർത്തി. ഇപ്പോൾ VK-നെ പോലെ ബഷീറിനെ പോലെ അങ്ങനെ നൈസർഗികമായി ഫലിതബോധമുള്ള ഒരാളല്ലാതെ. അതൊരു കുറവൊന്നുമല്ല, ഓരോരുത്തർ ഓരോ വിധത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ ആലോചനാ രീതികൾ വേറെയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇയാളുടെ രൂപശില്പം ഒരുപക്ഷെ അസാധ്യമാണ് മലയാളത്തിൽ. വ്യക്തി ജീവിതത്തിലും ഈ ഒരു സെൻസറിങ് കൊണ്ടാണോ അധികമായി ചിരിക്കാതെയും ആളുകൾ വ്യക്തിബന്ധങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? പക്ഷേ അതുകൊണ്ട് അയാളൊരു സിനിമക്കാരൻ എന്നുള്ള നിലയിൽ അയാൾക്ക് വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. അയാൾക്കൊരു ആവശ്യമായ അകൽച്ച നിലനിർത്താൻ എപ്പോഴും സാധിച്ചിട്ടുണ്ട്. സിനിമാ ലോകത്തിലൊക്കെ അത് സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സാഹിത്യലോകത്തിൽ അങ്ങനെയല്ല, പക്ഷേ സാഹിത്യലോകത്തിലും സിനിമാ ലോകത്തിലും ഒരു അകൽച്ച അദ്ദേഹത്തിന് ഗുണകരമായിട്ട് തീരുക ചെയ്യുന്നത്. അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പ്രതികരിക്കുമ്പോൾ ആ വിധത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടും. ഇങ്ങനെ ഈ മിണ്ടാതിരിക്കുന്ന ഒരാൾ മിണ്ടുമ്പോൾ ഉള്ള ഒരു വലിയ പ്രാധാന്യം നിലനിർത്താൻ അദ്ദേഹത്തിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അത് കാര്യമാത്ര പ്രസക്തമായി മാത്രമേ പല കാര്യമാത്ര പ്രസക്തമായി ജീവിച്ച ഒരാളാണ് MT വാസുദേവൻ നായർ എല്ലാറ്റിലും. തീർച്ചയായും അവസാനം പറഞ്ഞതാണ്, കാര്യമാത്ര പ്രസക്തമായി ജീവിച്ച ഒരു മനുഷ്യനെയാണ് MT എന്ന് തന്നെയാണ് അവസാനമായി നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുക.